Hey, hello guys, welcome back to my YouTube channel. It's me, Nimmi. Okay, are you coming with me? ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ എന്തിനാണ് വരുന്നത് നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ എം നിമിത്ത. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പറവൂർ എൻ്റെ മാമൻ്റെ വീട്ടിലോട്ടാണ്, അമ്മാമ്മയുടെ അടുത്ത്. മേ ബി നിങ്ങൾ എൻ്റെ അമ്മമ്മനെ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ ഒരു ഒറ്റ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. മുമ്പത്തെ ഒരു വ്ളോഗിൽ അമ്മമ്മനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആ വ്ളോഗ് കാണുമ്പോൾ കാണും. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മുടി കെട്ടാൻ വന്നിരുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നാലും മുടി കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ മിററിൻ്റെ അടുത്ത് പോയി മുടിയൊക്കെ കെട്ടിയിട്ട് വന്നു. ബാക്കിൽ കിടക്കുന്നതാണ് എൻ്റെ ടെഡി ബെയർ. ഇതെനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ആക്ച്വലി എനിക്കൊരു 18 ബർത്ത്ഡേക്കൊക്കെയാണ് തോന്നുന്നു എനിക്ക് ചേച്ചി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ ഞാനെന്തിനിപ്പോൾ പറയുന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആവതൊക്കെ കഴിഞ്ഞു. ഇത് അമ്മ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. അമ്മ ഭയങ്കര പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, എന്താ സുന്ദരീനെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ മറ്റേ പൊങ്കാലയുടെ പായസം അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാനും അത് പറയണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കൊണ്ടാണ് വരുന്നത്. യെസ്, ഐ എം റെഡി. കുറച്ച് ഓവറായോ? ഇല്ലല്ലോ, ഓവറൊന്നുമല്ല, സൂപ്പറാണ്. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു മാമൻ്റെ വീട്. ഹായ്, സോ ഐ എം ടോട്ടലി ഡൺ വിത്ത് മൈ മേക്കപ്പ് ആൻഡ് ഓൾ. ഇനി നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മയുടെ അടുത്തേക്കാണ്. അമ്മാമ്മയുടെ ഒറ്റയ്ക്കാണ്, അതായത് മാമനും മാമിയും പിള്ളേരൊക്കെ കുറച്ച് കല്യാണമല്ല, കല്യാണത്തിന് പോയിട്ടാണ്. സോ അമ്മാമ്മയുടെ അടുത്തേക്ക് ഞാൻ പോകും. എന്നിട്ട് അവിടെ വരുന്ന കച്ചകളൊക്കെ എനിക്ക് കാണിച്ചു തരാം. സോ അമ്മ ബൈ. നമ്മളപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബസ് കയറിയിട്ട് പോകണം. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ 5 മിനിറ്റ്സ് നിന്നതിന് ശേഷം നമുക്ക് ബസ് കിട്ടി. ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇതാ നോക്കുക ഗൈസ്, വേറൊരു കാര്യം പറയാനുണ്ട്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതായത് പോവാണോ വരാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര തിക്കും തിരക്കും പിടിച്ചൊരു അവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. വീട്ടിലെത്തിയിട്ടു. ആക്ച്വലി സീരിയസ്ലി ഗൈസ്, ഞാനൊരു കാര്യം മറന്നു. ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയാം, അമ്മമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒന്ന്. അമ്മമ്മ മാത്രമായിരുന്നില്ല. അപ്പോൾ എൻ്റെ കാര്യം ചീറ്റിപ്പോയി. ഞാനിപ്പോൾ ചെയ്യാൻ പോയത് അമ്മമ്മനെ പറ്റിക്കാന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഹായ്. അങ്ങനെ അമ്മാമ്മനെ പറ്റിക്കാൻ പറ്റില്ല, ബിക്കോസ് അനു എന്നെ കണ്ട് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നു. അമ്മാമ്മ ദേ 6 തമ്പുരാൻ സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനി ഞാൻ എൻ്റെ അനുവിനെ പരിചയപ്പെടുത്താൻ എന്നെ അനിയത്തി വരുന്നു. ഹായ് അനു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അഭിനവ് വന്നു. അഭിനവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയനാണേ. അഭിനവ് അവൻ്റെ കുറേ കുട്ടിപ്പട്ടാളം ഫ്രണ്ട്സും കൂടി സൈക്കിൾ എടുത്തോണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുക്കലുണ്ടപ്പോൾ അവരെല്ലാവരും ഓടി ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഒളിച്ചിട്ടുണ്ട്. അവനങ്ങനെ തന്ത്രത്തിൽ രക്ഷപ്പെട്ടു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവനെ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം ഗൈസ്. അവനെന്തോ ഫോണിൽ ഭയങ്കര പണിയിലാണ് ഗൈസ്. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ ടീ ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം TV ഒക്കെ കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു അനുക്കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന്. അവൾക്ക് നാളെ കല്യാണത്തിന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാൻ പോകുമായിരുന്നു അനു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിട്ട് തരാമെന്ന്. ആക്ച്വലി ഞാൻ അനുവിൻ്റെ കയ്യും എന്തൊക്കെയോ വെച്ച് താജ്മഹലും കുത്തമ്പിനാറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഷോ ഇറക്കാൻ വേണ്ടി കുറച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിങ്ങനെ നിന്നു. ആക്ച്വലി ഇതെൻ്റെ ബ്രോയുടെ ഗ്ലാസ്സാണ്. ഞാൻ കണ്ടിട്ടും കൂടിയില്ല, ഞാനിത് എടുത്ത് വെച്ചേക്കുന്നത് പ്രഹസനം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. പണ്ട് മുതൽക്കേ മാമൻ്റെ വീഡിയോ വന്നത് ഞങ്ങൾ ഹാളിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ TV ഒക്കെ കണ്ട് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ. അത് ആക്ച്വലി ഭയങ്കര ക്രിഞ്ചായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലെ സംഭവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.